ശ്രദ്ധിച്ചു കേൾക്കൂ സുഹൃത്തുക്കളെ. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ അടിമയായാൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിയാത്തതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളോട് തന്നെ ചോദിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാട്ടം പുറംലോകത്തോടല്ല, നിങ്ങളുടെ സ്വന്തം മനസ്സുമായാണെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? രാവിലെ എഴുന്നേൽക്കാൻ തോന്നുന്നില്ല, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തോന്നുന്നില്ല, ദുശീലങ്ങൾ ഉപേക്ഷിക്കാൻ തോന്നുന്നില്ല, ദേഷ്യം വരുന്നു, മനസ്സ് അലഞ്ഞു നടക്കുന്നു, ജോലി ചെയ്യാൻ തോന്നുന്നില്ല, എന്നിട്ട് ദിവസാവസാനം ഇന്നും എന്നോട് തന്നെ തോറ്റുപോയല്ലോ എന്ന് പശ്ചാത്തപിക്കുന്നു. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ വീഡിയോയിൽ ഈ കളി മുഴുവൻ തുടങ്ങുന്നത് എവിടെ നിന്നാണോ ആ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലും, നിങ്ങളുടെ മനസ്സിലേക്ക്. ഇത് വെറുതെ മനസ്സിലാക്കാനുള്ള കാര്യം മാത്രമല്ല, ഇത് ഉണരാനുള്ളതാണ്, സത്യം കാണാനുള്ളതാണ്, നിങ്ങളുടെ മനസ്സിനെ പരിശീലിപ്പിക്കാനുള്ളതാണ്. കാരണം ആര് തന്റെ മനസ്സിനെ കീഴടക്കുന്നുവോ അവൻ ഈ ലോകം മുഴുവൻ കീഴടക്കിയിരിക്കുന്നു. ഗൗതമ ബുദ്ധൻ പറഞ്ഞു, മനസ്സാണ് എല്ലാം. നിങ്ങൾ എന്തായി ചിന്തിക്കുന്നുവോ അതുതന്നെയായി നിങ്ങൾ മാറുന്നു. ഇപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ മനസ്സ് വീണ്ടും വീണ്ടും ഞാൻ ദുർബലനാണ്, എനിക്കിത് ചെയ്യാൻ അറിയില്ല, എനിക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല എന്ന് ചിന്തിച്ചാൽ ആ ചിന്ത പതുക്കെ പതുക്കെ നിങ്ങളുടെ യാഥാർത്ഥ്യമായി മാറുന്നു. ഇതാണ് മനസ്സിന്റെ ഏറ്റവും വലിയ തന്ത്രം. അത് നിങ്ങളുണ്ടാക്കിയ ശീലങ്ങൾ, വികാരങ്ങൾ, ഓർമ്മകൾ എന്നിവയുടെ അടിമയാവുകയും നിങ്ങളെയും അടിമയാക്കുകയും ചെയ്യുന്നു. മനസ്സ് ഒരു കുരങ്ങനെ പോലെയാണ്. അത് ഓരോ നിമിഷവും ചാടിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയിൽ, ചിലപ്പോൾ ഭൂതകാലത്തെക്കുറിച്ചുള്ള പശ്ചാത്താപത്തിൽ. നിങ്ങൾക്കും ഇത് സംഭവിക്കാറില്ലേ? നിങ്ങൾ എന്തെങ്കിലും ചെയ്യാനിരിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സ് പഴയ എന്തെങ്കിലും കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഒരു ദുഃഖം, ഒരു തെറ്റ്, ഒരു ഭയം. എന്നിട്ട് നിങ്ങൾ അവിടെ തന്നെ കുടുങ്ങിപ്പോകുന്നു. ഒന്നും ചെയ്യുന്നില്ല. നിങ്ങളുടെ ശരീരം അവിടെ തന്നെ ഇരിപ്പുണ്ട്, പക്ഷെ മനസ്സ് എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഇപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളെ മഹാനാക്കാൻ കഴിയുന്നതും ഈ മനസ്സ് തന്നെയാണ്. നിങ്ങളതിനെ മനസ്സിലാക്കുകയും അതിന് ദിശാബോധം നൽകുകയും ചെയ്താൽ. കാരണം മനസ്സിനെന്ത് നല്ലതാണ്, എന്ത് ചീത്തയാണെന്ന് സ്വയം അറിയില്ല. നിങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യുന്ന കാര്യങ്ങളെ അത് സത്യമായി വിശ്വസിക്കുന്നു. നിങ്ങൾ എല്ലാ ദിവസവും എന്നോടൊന്നും ചെയ്യാൻ കഴിയില്ല, എനിക്ക് താൽപ്പര്യമില്ല, എന്റെ ഭാഗ്യം മോശമാണ് എന്ന് നിങ്ങളോട് തന്നെ പറഞ്ഞാൽ മനസ്സ് അത് ആവർത്തിക്കുകയും നിങ്ങൾക്കത് വിളമ്പിക്കൊണ്ടിരിക്കുകയും ചെയ്യും. നിങ്ങളതിൽ മുങ്ങിപ്പോകും. പക്ഷെ ഇപ്പോൾ ഈ മനസ്സിനെ തിരിച്ചറിയേണ്ട സമയം വന്നിരിക്കുന്നു. അതിന്റെ സ്വഭാവം മനസ്സിലാക്കൂ, അതിന്റെ തന്ത്രങ്ങൾ പിടികൂടൂ, അതിനെ നിങ്ങൾക്ക് കീഴിലാക്കൂ. മനഃശാസ്ത്രം പറയുന്നു, നമ്മുടെ 95% തീരുമാനങ്ങളും നമ്മുടെ ഉപബോധ മനസ്സിൽ നിന്നാണ് എടുക്കുന്നത്. അതായത് നമ്മൾ ചിന്തിക്കുന്നതും അനുഭവിക്കുന്നതുമായ കാര്യങ്ങളുടെ വലിയൊരു ഭാഗം നമുക്ക് അറിയുക പോലുമില്ല. എന്നിട്ടും അത് നമ്മുടെ ജീവിതത്തിന്റെ ദിശ നിർണ്ണയിക്കുന്നു. അതായത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് ശരിയായ പരിശീലനം നൽകിയിട്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടമില്ലാതെ തന്നെ നിങ്ങൾ ഒരിക്കലും പോകാൻ ആഗ്രഹിക്കാത്ത സ്ഥലത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകും. ഇപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു മനസ്സിലാക്കൂ. നിങ്ങളുടെ മനസ്സ് നിയന്ത്രണത്തിലല്ലെങ്കിൽ ലോകത്തിലെ ഒരു ലക്ഷ്യവും ഒരു ബന്ധവും ഒരു വിജയവും നിങ്ങൾക്ക് സംതൃപ്തി നൽകില്ല. കാരണം അവയെല്ലാം ജീവിക്കാൻ ആദ്യം വേണ്ടത് മനസ്സിന്റെ സ്ഥിരതയാണ്. ആധുനിക ശാസ്ത്രവും ഇതുതന്നെയാണ് പറയുന്നത്. തലച്ചോറിന്റെ വയറിംഗ്, ഫയറിംഗ് മൈനസ്. അതായത് നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നുവോ അതുപോലെ നിങ്ങൾ ആയിത്തീരാൻ തുടങ്ങുന്നു. ഓരോ തവണയും നിങ്ങൾ നെഗറ്റീവായി ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് ആ ചിന്തയ്ക്ക് അടിമപ്പെടുന്നു. ഇതാണ് നിങ്ങളുടെ വ്യക്തിത്വമായി മാറുന്നത്. ഇപ്പോൾ ഒന്ന് നിർത്തി ചിന്തിക്കൂ. നിങ്ങൾ ശരിക്കും നിങ്ങളുടെ മനസ്സിന്റെ യജമാനനാണോ, അതോ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ ഭരിക്കുകയാണോ? ഇതാണ് ഈ വീഡിയോയുടെ തുടക്കമായിട്ടുള്ള ചോദ്യം. കാരണം നിങ്ങൾ ഈ ചോദ്യത്തിന് ഉത്തരം സ്വയം കണ്ടെത്തുന്നതുവരെ പുറമെയുള്ള ഒരു അറിവും ഒരു പ്രചോദനവും ഒരു വഴിയും ഫലിക്കില്ല. ഈ വീഡിയോയിൽ നമ്മൾ നിങ്ങൾക്ക് മുന്നിൽ ഒരു രഹസ്യം തുറക്കാൻ പോകുന്നു. അതിനുശേഷം മനസ്സിനെ കീഴടക്കുക എന്നതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. എങ്ങനെ ഒരു സാധാരണ മനുഷ്യന് തന്റെ മനസ്സിന്റെ ശക്തിയെ ഉണർത്താൻ കഴിയും എന്നും നിങ്ങൾക്കറിയാം. ഓർക്കുക, മനസ്സിനെ കീഴടക്കുക എന്നത് ഒരു ദിവസത്തെ ജോലിയല്ല. ഇത് ഒരു പരിശീലനമാണ്, ഒരു യാത്രയാണ്, എല്ലാ ദിവസവും പോരാടുന്ന ഒരു യുദ്ധമാണ്. പക്ഷേ ഈ യുദ്ധം നിങ്ങൾ മനസ്സിലാക്കിയാൽ വിജയം ഉറപ്പാണ്. ഇപ്പോൾ നമ്മൾ ആ ഘട്ടത്തിലെത്തിയിരിക്കുന്നു. അവിടെ നിന്നാണ് യഥാർത്ഥ യാത്ര ആരംഭിക്കുന്നത്. ഈ യാത്രയിൽ നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള 5 ഏറ്റവും ശക്തമായ വഴികൾ മനസ്സിലാക്കും. അത് നിങ്ങളുടെ ചിന്തകളെ മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശയെയും മാറ്റിയേക്കാം. അതിനാൽ ഈ വീഡിയോയുടെ കൂടെ തുടരുക. കാരണം ഇനി വരുന്നത് വെറും വിവരങ്ങൾ മാത്രമല്ല, ഉണർവുകൂടിയാണ്. ഒന്നാമത്തെ വഴി, പോസിറ്റീവ് സെൽഫ് ടോക്ക്, സകാരാത്മക സ്വയം സംഭാഷണം. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളോട് തന്നെ ഇതെന്നെക്കൊണ്ട് പറ്റില്ല, ഞാൻ എപ്പോഴും തെറ്റുകൾ വരുത്തുന്നു, ഇതെനിക്ക് കഴിയുന്ന ഒരു കാര്യമല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? എങ്കിൽ ഇന്ന് ഈ വീഡിയോ മുഴുവൻ കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ മാറ്റിയേക്കാം. കാരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന വ്യക്തി മറ്റാരുമല്ല, അത് നിങ്ങൾ തന്നെയാണ്. ഈ സംഭാഷണമാണ് നിങ്ങളുടെ ഭാവിയുടെ ദിശ നിർണ്ണയിക്കുന്നത്. നമ്മുടെ മനസ്സ് എന്താണോ ചിന്തിക്കുന്നത്, നമ്മൾ അതുതന്നെയായി മാറുന്നു. ഇത് വെറും ഒരു പ്രചോദനാത്മക വാചകം മാത്രമല്ല. ഇത് ശാസ്ത്രവും പറയുന്നു, ബ്രഹ്മജ്ഞാനവും പറയുന്നു. മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ആദ്യത്തെ ശക്തമായ വഴി പോസിറ്റീവ് സെൽഫ് ടോക്കാണ്. അതായത് നിങ്ങളോട് തന്നെ നല്ല കാര്യങ്ങൾ സംസാരിക്കുക. ഇത് ഒരു സാധാരണ ശീലമല്ല.
ഇത് നിങ്ങളുടെ ആത്മാവുമായി നേരിട്ടുള്ള സംഭാഷണമാണ്. നമ്മൾ എല്ലാ ദിവസവും എന്നെക്കൊണ്ടൊന്നും പറ്റില്ല, എന്നോട് മാത്രമെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്, എനിക്കൊന്നും അറിയില്ല എന്നിങ്ങനെയുള്ള നെഗറ്റീവ് കാര്യങ്ങൾ നിങ്ങളോട് തന്നെ പറയുമ്പോൾ നമ്മുടെ ഉപബോധമനസ്സ് ആ കാര്യങ്ങളെ സത്യമായി വിശ്വസിക്കാൻ തുടങ്ങുന്നു. പിന്നെ അതേ കാര്യങ്ങൾ നമ്മുടെ ശീലമായി മാറുന്നു, നമ്മുടെ ചിന്തയായി മാറുന്നു. പതുക്കെ പതുക്കെ നമ്മുടെ ഭാവിയും അതുപോലെയായി മാറാൻ തുടങ്ങുന്നു. മനഃശാസ്ത്രം പറയുന്നു, നമ്മൾ വീണ്ടും വീണ്ടും നിങ്ങളോട് തന്നെ പറയുന്ന ഓരോ കാര്യവും നമ്മുടെ ഉപബോധമനസ്സ് രേഖപ്പെടുത്തുന്നു. അതിനാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഞാൻ തോറ്റുപോകും എന്ന് നിങ്ങളോട് തന്നെ പറഞ്ഞാൽ നിങ്ങളുടെ ചിന്ത തോൽക്കുന്ന ഒരാളുടേതായി മാറും. നിങ്ങൾ എല്ലാ ദിവസവും എനിക്കിത് ചെയ്യാൻ കഴിയും, എനിക്ക് പഠിക്കാൻ കഴിയും, എനിക്ക് എന്നിൽ വിശ്വാസമുണ്ട് എന്ന് നിങ്ങളോട് തന്നെ പറഞ്ഞാൽ നിങ്ങളുടെ തലച്ചോറ് ആ ദിശയിൽ പ്രവർത്തിക്കാൻ തുടങ്ങും, വിജയത്തിന്റെ ദിശയിൽ. ഈ സ്വയം സംഭാഷണത്തിന്റെ സ്വാധീനം നിങ്ങളുടെ ആത്മവിശ്വാസത്തിൽ മാത്രമല്ല, നിങ്ങളുടെ ശരീരത്തിന്റെ ഊർജ്ജം, നിങ്ങളുടെ തീരുമാനങ്ങൾ, നിങ്ങളുടെ കാഴ്ചപ്പാട് എന്നിവയെയും ഇത് സ്വാധീനിക്കുന്നു. ഗൗതമബുദ്ധൻ പറഞ്ഞു, മനസ്സാണ് എല്ലാം. നിങ്ങൾ എന്തായി ചിന്തിക്കുന്നുവോ അതുതന്നെയായി നിങ്ങൾ മാറുന്നു. അദ്ദേഹത്തിന്റെ ഈ വാക്ക് ഇന്നത്തെ ശാസ്ത്രവുമായി യോജിക്കുന്നു. പോസിറ്റീവ് സെൽഫ് ടോക്ക് നമ്മുടെ ന്യൂറോണുകളെ പുതിയ വഴികൾ നിർമ്മിക്കാൻ നിർബന്ധിക്കുന്നു. അതായത് നിങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങളോട് തന്നെ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് പുതിയ സാധ്യതകൾക്കായി തുറക്കാൻ തുടങ്ങുന്നു. ഇപ്പോൾ ചോദ്യമിതാണ്, ഈ പോസിറ്റീവ് സെൽഫ് ടോക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഒന്നാമതായി, എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളോട് തന്നെ ഒരു കാര്യം പറയുക: ഞാൻ ഇന്ന് ഇന്നലത്തേക്കാൾ മെച്ചപ്പെട്ടവനാണ്, എല്ലാ ദിവസവും ഞാൻ മുന്നോട്ടു പോകുന്നു. ഈ ചെറിയ വാക്യങ്ങൾ നിങ്ങളുടെ ദിവസത്തിന്റെ ദിശ നിർണ്ണയിക്കുന്നു. രണ്ടാമതായി, ഏതെങ്കിലും ജോലി ബുദ്ധിമുട്ടായി തോന്നുമ്പോൾ ഇതെന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയരുത്. പകരം ഇതൊരു വെല്ലുവിളിയാണ്, ഇത് പഠിക്കാനുള്ള ഒരു അവസരമായി ഞാൻ കരുതുന്നു എന്ന് പറയുക. ഈ ചിന്ത നിങ്ങളുടെ ഭയം ഇല്ലാതാക്കാൻ തുടങ്ങുന്നു. മൂന്നാമതായി, നിങ്ങൾ ഒരു തെറ്റിന്റെ പേരിൽ നിങ്ങളെത്തന്നെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ അതേസമയം തന്നെ നിങ്ങളോട് തന്നെ പറയുക: ഞാൻ പഠിക്കുന്ന ഒരാളാണ്, തെറ്റ് എന്റെ വ്യക്തിത്വമല്ല. ഈ സ്വയം അംഗീകാരം നിങ്ങളുടെ മനസ്സിന്റെ ഭാരം കുറയ്ക്കുന്നു. ലോകത്തിൽ ഒരു വിജയവും ഉണ്ടാകില്ല നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കാൻ പഠിക്കുന്നതുവരെ. ഈ വിശ്വാസമുണ്ടാകുന്നത് നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കാൻ തുടങ്ങുമ്പോഴാണ്, പോസിറ്റീവായിട്ട്. ഇവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. പോസിറ്റീവ് സെൽഫ് ടോക്ക് എന്നാൽ നിങ്ങൾ എല്ലാ സാഹചര്യത്തിലും നിങ്ങളോട് കള്ളം പറയണമെന്നല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ സത്യം കാണുക, മനസ്സിലാക്കുക, അതിനെ ഒരു നല്ല ദിശയിലേക്ക് തിരിക്കുക എന്നാണ്. നിങ്ങൾക്കൊരു ബലഹീനതയുണ്ടെന്ന് മനസ്സിലാക്കിയാൽ നിങ്ങളോട് തന്നെ പറയുക: അതെ, ഇത് എന്റെ ഒരു കുറവാണ്, പക്ഷേ എനിക്കിത് മെച്ചപ്പെടുത്താൻ കഴിയും. ഈ ചിന്ത നിങ്ങളെ എല്ലാ ദിവസവും ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകും. ഈ ശീലം സ്വീകരിക്കാൻ നിങ്ങൾക്കൊരു ചെറിയ പരിശീലനം ചെയ്യാം. എല്ലാ രാത്രിയും ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളോട് തന്നെ 3 നല്ല കാര്യങ്ങൾ പറയുക. ഉദാഹരണത്തിന്, ഇന്ന് ഞാൻ എനിക്കുവേണ്ടി പ്രവർത്തിച്ചു, ഞാൻ മുന്നോട്ടു പോകുന്നു, എനിക്ക് എന്നെ തന്നെ സ്നേഹിക്കുന്നു. ഈ കാര്യങ്ങൾ ചെറുതാണെന്ന് തോന്നിയേക്കാം, പക്ഷേ ഈ ചെറിയ കാര്യങ്ങളാണ് നിങ്ങളുടെ ഉള്ളിലെ യുദ്ധം വിജയിക്കാൻ നിങ്ങളെ സഹായിക്കുന്നത്. ബുദ്ധൻ പറയുന്നു, സന്തോഷം നമ്മുടെ സ്വന്തം ചിന്തകളെ ആശ്രയിച്ചിരിക്കുന്നു. അതിനാൽ നിങ്ങളുടെ ചിന്തകൾ നിങ്ങളെക്കുറിച്ച് നെഗറ്റീവാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ കോണും ദുഃഖകരമായി തോന്നും. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ പോസിറ്റീവ് ഊർജ്ജം നിറച്ചാൽ ബുദ്ധിമുട്ടുകളും സാധാരണമായി തോന്നും. ശ്രദ്ധിക്കുക, ഇത് ആദ്യത്തെ വഴി മാത്രമാണ്, മനസ്സിനെ നിയന്ത്രിക്കാനുള്ള തുടക്കം. ഈ യാത്രയിൽ കൂടുതൽ ആഴങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ വഴിയിലേക്ക് കടക്കാൻ പോകുന്നു. അത് നിങ്ങളുടെ മനസ്സിന് സ്ഥിരതയും ആഴവും നൽകും. അതിനാൽ നിങ്ങൾ പോസിറ്റീവായി ചിന്തിക്കുക മാത്രമല്ല, ആത്മീയ ശക്തിയും അനുഭവിക്കും. രണ്ടാമത്തെ വഴി, ലക്ഷ്യനിർണ്ണയം, ഗോൾ സെറ്റിംഗ്. മനസ്സ് എന്തിനാണ് അലഞ്ഞു നടക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് നമ്മളൊരു ജോലി തുടങ്ങിയിട്ടും അത് ഇടയിൽ ഉപേക്ഷിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സ് ചിലപ്പോൾ ഭൂതകാലത്തിലെ ഓർമ്മകളിൽ കുടുങ്ങിക്കിടക്കുന്നത്, ചിലപ്പോൾ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയിൽ മുഴുകിയിരിക്കുന്നത്? ഇതിനു പിന്നിൽ ഒരു ആഴത്തിലുള്ള കാരണമുണ്ട്, അവ്യക്തത. മനസ്സിനെവിടെയാണ് പോകേണ്ടത് എന്നറിയുമ്പോൾ അതിന് ദിശാബോധം ലഭിക്കുന്നു. ഈ ദിശാബോധമില്ലാത്തപ്പോൾ മനസ്സ് ലക്ഷ്യമില്ലാതെ തുറന്ന മൈതാനത്ത് വെറുതെ ഓടുന്ന ഒരു കുതിരയെപ്പോലെയാണ്. അതിനാൽ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള രണ്ടാമത്തെ ശക്തമായ വഴി ലക്ഷ്യനിർണ്ണയമാണ്. അതെ, വ്യക്തവും യാഥാർത്ഥ്യബോധമുള്ളതും പ്രചോദനാത്മകവുമായ ലക്ഷ്യങ്ങൾ. തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം തീരുമാനിച്ച വ്യക്തിയുടെ മനസ്സ് സ്വയം അച്ചടക്കമുള്ളതാകും. ഗൗതമബുദ്ധൻ ഒരിക്കൽ പറഞ്ഞു, ഒരു വ്യക്തി ഒരു അമ്പ് ലക്ഷ്യത്തിലേക്ക് എയ്യുമ്പോൾ ആദ്യം അയാൾക്ക് ലക്ഷ്യം എവിടെയാണെന്നറിയണം. അതുപോലെ ജീവിതത്തെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ ഒരു മനുഷ്യൻ ആദ്യം തന്റെ ലക്ഷ്യമറിയണം. ഈ കാര്യം ബുദ്ധമത തത്വചിന്തയിൽ മാത്രമല്ല, ആധുനിക മനഃശാസ്ത്രത്തിലും വ്യക്തമായി പറയുന്നു. മനഃശാസ്ത്രജ്ഞർ പറയുന്നു, നിങ്ങൾ വ്യക്തമായ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് ഒരു കേന്ദ്രബിന്ദു കണ്ടെത്തുന്നു. ഈ കേന്ദ്രബിന്ദു തലച്ചോറിനെ ഒരേ ദിശയിൽ ചിന്തിക്കാനും ആസൂത്രണം ചെയ്യാനും കഠിനാധ്വാനം ചെയ്യാനും പ്രേരിപ്പിക്കുന്നു. GPS ലൊക്കേഷൻ ഇല്ലാതെ, വഴി കാണിക്കാത്തതുപോലെ ലക്ഷ്യമില്ലാതെ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ ഒരിടത്തേക്കും കൊണ്ടുപോകില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും പോകാൻ ആഗ്രഹിക്കാത്തൊരു സ്ഥലത്ത് നിങ്ങളെ എത്തിക്കും. ഇവിടെ ഒരു പ്രധാന വസ്തുത വരുന്നു, റെറ്റിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം, അറാസ്.
ഇത് നമ്മുടെ തലച്ചോറിലെ ഒരു പ്രത്യേക സിസ്റ്റമാണ്. അത് നമ്മുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കാൻ നമ്മളെ അനുവദിക്കുന്നു. ഉദാഹരണത്തിന്, എനിക്കൊരു എഴുത്തുകാരനാകണം എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ പെട്ടെന്ന് പുസ്തകങ്ങൾ, എഴുത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അവസരങ്ങൾ എന്നിവ നിങ്ങൾക്ക് തന്നെ കാണാൻ തുടങ്ങും. ഇത് ഒരു മാന്ത്രികതയല്ല. ഇത് നിങ്ങളുടെ ലക്ഷ്യവും തലച്ചോറും തമ്മിലുള്ള പരസ്പര ബന്ധമാണ്. ഇപ്പോൾ ചോദ്യമിതാണ്, ലക്ഷ്യം എങ്ങനെയായിരിക്കണം? ചിലപ്പോൾ ആളുകൾ വളരെ വലിയ ലക്ഷ്യങ്ങളുണ്ടാക്കുന്നു, പക്ഷേ അവ അവ്യക്തവും ആസൂത്രണം ചെയ്യാത്തതുമായതുകൊണ്ട് തലച്ചോറിന് അവ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതിനാൽ ആദ്യത്തെ പടി നിങ്ങളുടെ ലക്ഷ്യത്തെ വ്യക്തവും യാഥാർത്ഥ്യബോധമുള്ളതുമാക്കുക എന്നതാണ്. ഉദാഹരണത്തിന്, എനിക്ക് വിജയിക്കണം എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് വളരെ അവ്യക്തമായ ഒരു ലക്ഷ്യമാണ്. പക്ഷേ നിങ്ങൾ അടുത്ത 6 മാസത്തിനുള്ളിൽ ഒരു പുസ്തകം എഴുതണം, അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ ഒരു ചെറിയ ബിസിനസ് തുടങ്ങണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തലച്ചോറിന് ആ ലക്ഷ്യം പിടിച്ചെടുക്കാൻ കഴിയും. ഇവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ലക്ഷ്യം തലച്ചോറിന് ദിശാബോധം നൽകുക മാത്രമല്ല, വൈകാരിക ഊർജ്ജവും നൽകുന്നു. നമ്മൾ ഒരു ലക്ഷ്യമുണ്ടാക്കി അത് നേടുന്നതിനെക്കുറിച്ച് സങ്കൽപ്പിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഡോപാമിൻ എന്ന ഒരു രാസവസ്തു പുറത്തുവിടുന്നു. ഈ രാസവസ്തു നമുക്ക് സന്തോഷം, പ്രചോദനം, ഒരു പോസിറ്റീവ് ഊർജ്ജം എന്നിവ നൽകുന്നു. അതായത് ലക്ഷ്യം മനസ്സിനെ തടയുക മാത്രമല്ല, അതിന് മുന്നോട്ടു പോകാനുള്ള ശരിയായ പ്രചോദനം നൽകുകയും ചെയ്യുന്നു. ഇപ്പോൾ ഒരു ചോദ്യം കൂടി ഉയരുന്നു. ഒരു ലക്ഷ്യം മാത്രം മതിയോ? ഉത്തരം ഇല്ല എന്നാണ്. ലക്ഷ്യം വിഭജിക്കണം. ദീർഘകാലം, ലോങ് ടേം, മധ്യകാലം, മിഡ് ടേം, ഹ്രസ്വകാലം, ഷോർട്ട് ടേം. കാരണം നമ്മൾ വളരെ ദൂരെയുള്ള ഒരു ലക്ഷ്യമുണ്ടാക്കി അതിനിടയിൽ ഒരു സ്റ്റോപ്പും വെച്ചില്ലെങ്കിൽ നമ്മുടെ മനസ്സ് ക്ഷീണിക്കും. എന്നിട്ട് പറയും, ഇപ്പോൾ ഒരുപാട് ദൂരമുണ്ട്, പിന്നെ തുടങ്ങാമെന്ന്. അതിനാൽ ചെറിയ സ്റ്റോപ്പുകൾ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അത് മനസ്സിന് ഓരോ സ്റ്റോപ്പിലും ഒരു സംതൃപ്തിയും പുരോഗതിയുടെയും തോന്നൽ നൽകും. നിങ്ങളൊരു ലക്ഷ്യം തീരുമാനിക്കുകയും അതിൽ പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സ് ശ്രദ്ധ മാറ്റുന്ന കാര്യങ്ങളെ സ്വയം ഒഴിവാക്കാൻ തുടങ്ങുന്നു. നിങ്ങളുടെ ശ്രദ്ധ മാറുമ്പോൾ തലച്ചോറ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ ലക്ഷ്യം ഇപ്പോഴും പൂർത്തിയായിട്ടില്ല എന്ന്. ഇവിടെ നിന്നാണ് മനസ്സിനുമേലുള്ള നിയന്ത്രണം ആരംഭിക്കുന്നത്. ഇപ്പോൾ ചിന്തിച്ചു നോക്കൂ, ഒരു ദിശയിൽ സ്വയം കെട്ടിയിട്ട ഒരു മനസ്സിന് എത്രത്തോളം ശക്തി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും? നിങ്ങളൊരു പ്രധാന ജോലിയിൽ പൂർണ്ണ മനസ്സോടെ ഏർപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വിശപ്പ്, ദാഹം, ക്ഷീണം എന്നിവയൊന്നും അനുഭവപ്പെടില്ലെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്തുകൊണ്ട്? കാരണം ലക്ഷ്യം നിങ്ങളുടെ മനസ്സിനെ പൂർണ്ണമായി കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഈ ശക്തി എല്ലാ ദിവസത്തെയും ഒരു ശീലമാക്കിയാൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ സ്വപ്നങ്ങളിൽ മാത്രം സങ്കൽപ്പിച്ച ഒരു രൂപം കൈക്കൊള്ളും. ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ രോഗമെന്താണ്? അമിതമായി ചിന്തിക്കുക, ഉത്കണ്ഠ, ശ്രദ്ധ മാറ്റൽ. ഇതിനെല്ലാം ചികിത്സ ലക്ഷ്യമാണ്. ലക്ഷ്യം തീരുമാനിക്കൂ. എന്നിട്ട് നോക്കൂ നിങ്ങളുടെ മനസ്സ് എങ്ങനെ സ്വയം അച്ചടക്കമുള്ളതാകുന്നുവെന്ന്. നിങ്ങളുടെ സമയം പാഴാക്കുന്ന എല്ലാ കാര്യങ്ങളും അപ്രധാനമായി തോന്നും. മനസ്സ് വീണ്ടും വീണ്ടും നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് വലിച്ചുകൊണ്ടുപോകും. ഇത് ഒരു അത്ഭുതമല്ല, ഇത് മനസ്സിന്റെ ദിശ മാറ്റാനുള്ള ഒരു സാങ്കേതിക വിദ്യയാണ്. ഇപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു ചെറിയ കാന്തത്തിന് ഇരുമ്പിന്റെ സൂചിയെ ആകർഷിക്കാൻ കഴിയുമെങ്കിൽ വ്യക്തവും ശക്തവുമായ ഒരു ലക്ഷ്യത്തിന് നിങ്ങളുടെ മനസ്സിനെ എത്രത്തോളം ആകർഷിക്കാൻ കഴിയും? അതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരുന്ന മനസ്സ് പതുക്കെ പതുക്കെ ആ കാന്തത്തിലേക്ക്, അതായത് ലക്ഷ്യത്തിലേക്ക് ആകർഷിക്കപ്പെടാൻ തുടങ്ങും. ഗൗതമബുദ്ധൻ പറഞ്ഞു, മനസ്സ് വളരെ അസ്ഥിരമാണ്, പക്ഷേ അതിനെ പരിശീലിപ്പിച്ചാൽ അത് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവിനെയും സുഹൃത്താക്കാൻ കഴിയും. ഈ പരിശീലനത്തിന്റെ ആദ്യത്തെ ഘട്ടം സ്വയം സംഭാഷണവും രണ്ടാമത്തേത് ലക്ഷ്യനിർണയവുമാണ്. ഈ 2 വഴികളും ചേർന്ന് നിങ്ങളുടെ മനസ്സിനെ ഉള്ളിൽ നിന്ന് വീണ്ടും പരിശീലിപ്പിക്കുന്നു. അത് ഒരു പുതിയ വഴിയിലൂടെ നടക്കാൻ പഠിപ്പിക്കുന്നു. അവിടെ ദിശാബോധമുണ്ട്, ആവേശമുണ്ട്, വ്യക്തതയുണ്ട്. അതിനാൽ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ വാക്ക് കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം നിങ്ങൾ അതിന് എവിടെയാണ് പോകേണ്ടതെന്ന് പറയുക. പിന്നെ നോക്കൂ അതിങ്ങനെ സ്വയം വഴി ഉണ്ടാക്കാൻ തുടങ്ങുന്നുവെന്ന്. ഇവിടെ നിന്നാണ് യഥാർത്ഥ ആത്മശക്തിയുടെ യാത്ര ആരംഭിക്കുന്നത്. മൂന്നാമത്തെ വഴി സമയ മാനേജ്മെന്റ്, ടൈം മാനേജ്മെന്റ്. നിങ്ങൾക്കറിയാമോ, നമ്മുടെ മനസ്സ് ഏറ്റവും കൂടുതൽ അസ്വസ്ഥമാകുന്നത് എപ്പോഴാണ്? നമുക്ക് സമയത്തെക്കുറിച്ച് ഒരു പദ്ധതിയും ഇല്ലാത്തപ്പോൾ, നമ്മൾ ഓരോ ജോലിയും മാറ്റിവെച്ചുകൊണ്ടിരിക്കുമ്പോൾ, രാവും പകലും വെറും ഓട്ടമായി മാത്രം മാറുമ്പോൾ, എന്നിട്ടും മനസ്സിന് ശാന്തി തൊടാൻ കഴിയാതെ വരുമ്പോൾ. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രശ്നം സമയമല്ല, മറിച്ച് ആ സമയത്തെ കൈകാര്യം ചെയ്യാനുള്ള കഴിവാണ്. ഇവിടെ നിന്നാണ് മനസ്സിനെ നിയന്ത്രിക്കാനുള്ള മൂന്നാമത്തെ ശക്തമായ വഴി ആരംഭിക്കുന്നത്, സമയ മാനേജ്മെന്റ്. നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിൽ തിരക്കുള്ളവനായിരിക്കുക എന്നത് ഒരു ട്രെൻഡായി മാറിയിരിക്കുന്നു. എന്നാൽ തിരക്കുള്ളവനായിരിക്കുക എന്നതും തിരക്കിനെ കൈകാര്യം ചെയ്യുക എന്നതും ഒരുപോലെയല്ല. നിങ്ങൾ ദിവസം മുഴുവൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഒടുവിൽ ക്ഷീണിച്ചു വീഴുകയും നിങ്ങളോട് തന്നെ ദേഷ്യപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ വിശ്വസിക്കൂ, നിങ്ങൾ സമയത്തെ ഭരിക്കുകയല്ല, സമയം നിങ്ങളെ ഭരിക്കുകയാണ്. സമയം നമ്മളെ ഭരിക്കാൻ തുടങ്ങുമ്പോൾ മനസ്സ് സ്വയം അസ്വസ്ഥവും ഉത്കണ്ഠാകുലവും ക്ഷീണിതവുമായി അനുഭവപ്പെടുന്നു. നമ്മുടെ തലച്ചോറ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് അടുത്ത ഘട്ടം എന്താണെന്ന് അതിന് അറിയുമ്പോൾ മാത്രമാണ്.
മനസ്സിന് ദിശാബോധം വേണം, വ്യക്തത വേണം. ആ വ്യക്തത നല്ല സമയ മാനേജ്മെന്റിൽ നിന്നാണ് വരുന്നത്. ഓരോ ജോലിക്കും നിങ്ങളൊരു നിശ്ചിത സമയം തീരുമാനിക്കുമ്പോൾ അതെപ്പോൾ ചെയ്യണമെന്ന് നിങ്ങൾക്കറിയുമ്പോൾ നിങ്ങളുടെ മനസ്സ് സ്വയം ശാന്തമായിരിക്കും. കാരണം എല്ലാം നിയന്ത്രണത്തിലാണെന്ന് അതിനറിയാം. സമയ മാനേജ്മെന്റ് എന്നാൽ വെറും സമയം നോക്കി മാത്രം ഇരിക്കുക എന്നല്ല. ഇത് ഒരു ശാസ്ത്രമാണ്, ഒരു കലയാണ്, അതോടൊപ്പം ഒരു പരിശീലനവുമാണ്. നിങ്ങളിത് പരിശീലിച്ചാൽ നിങ്ങളുടെ ദിവസം മാത്രമല്ല, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ വിധി, നിങ്ങളുടെ മനസ്സ് എന്നിവയെയും നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയും. ആധുനിക മനഃശാസ്ത്രം പറയുന്നു, നമ്മൾ നമ്മുടെ ദിവസത്തെ ആസൂത്രണം ചെയ്യുകയും അത് പിന്തുടരുകയും ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറ് ഡോപാമിൻ എന്ന ഒരു രാസവസ്തു പുറത്തുവിടുന്നു. അത് നമുക്ക് സംതൃപ്തിയും ഊർജ്ജവും നൽകുന്നു. നമ്മളൊരു നേട്ടം കൈവരിക്കുമ്പോൾ പുറത്തുവിടുന്ന അതേ രാസവസ്തുവാണ് ഇത്. അതായത് നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ നിങ്ങളുടെ ദിനചര്യ തീരുമാനിക്കുകയും ദിവസാവസാനം അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്താൽ നിങ്ങളുടെ തലച്ചോറ് നിങ്ങൾക്ക് ഒരു വിജയിയായ വ്യക്തിയുടെ അനുഭൂതി നൽകുന്നു. ഇത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു, ഉത്കണ്ഠ കുറയ്ക്കുന്നു, മനസ്സിനെ ശാന്തമാക്കുന്നു. ബ്രഹ്മജ്ഞാനത്തിന്റെ കാര്യത്തിൽ നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങളിലും സമയം ഏറ്റവും വലിയ ഗുരുവായാണ് കണക്കാക്കപ്പെടുന്നത്. വേദങ്ങളിൽ പറയുന്നു, കാലോ ഹി പരം ബലം, അതായത് സമയമാണ് ഏറ്റവും വലിയ ശക്തി. ഈ ശക്തിയുടെ കൂടെ സഞ്ചരിക്കാൻ പഠിക്കുന്ന ഒരാൾക്ക് ഒരു ലക്ഷ്യവും അസാധ്യമല്ല. ഗൗതമബുദ്ധനും സമയത്തിന്റെ പ്രാധാന്യം നന്നായി മനസ്സിലാക്കിയിരുന്നു. ഒരു സ്ഥലത്ത് അദ്ദേഹം പറഞ്ഞു, ഒരു നിമിഷം പോലും പാഴാക്കാത്ത ഒരു വ്യക്തി ജീവിതം പൂർണ്ണമായി ജീവിക്കുന്നു. ബുദ്ധന്റെ അഭിപ്രായത്തിൽ നമ്മൾ ഓരോ നിമിഷത്തിലും ബോധവാന്മാരായിരിക്കുമ്പോൾ മാത്രമേ ജീവിതത്തിൽ യഥാർത്ഥ സമാധാനം സാധ്യമാകൂ. അദ്ദേഹം ഒരു അത്ഭുതകരമായ കാര്യം കൂടി പറഞ്ഞു, ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടരുത്, ഭൂതകാലത്തെക്കുറിച്ചുള്ള പശ്ചാത്താപത്തിൽ ജീവിക്കരുത്, ഇപ്പോഴത്തെ നിമിഷത്തിൽ ജീവിക്കുക. കാരണം ഇവിടെയാണ് ജീവിതം. സമയ മാനേജ്മെന്റ് നമ്മളെ ഇപ്പോൾ എന്ന നിമിഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പഠിപ്പിക്കുന്നു. നമ്മൾ നമ്മുടെ ജോലികൾക്ക് സമയം നിശ്ചയിക്കുമ്പോൾ അനാവശ്യ ചിന്തകളിൽ നിന്നും ഉത്കണ്ഠകളിൽ നിന്നും നമ്മുടെ മനസ്സിനെ രക്ഷിക്കുന്നു. ഇത് മനസ്സിനെ ഭൂതകാലത്തിന്റെ വഴികളിൽ അലഞ്ഞു നടക്കാനും ഭാവിയുടെ അനിശ്ചിതത്വത്തിൽ കുടുങ്ങിക്കിടക്കാനും അനുവദിക്കുന്നില്ല. അത് നിൽക്കുന്നു, ഉണരുന്നു, നിയന്ത്രണത്തിൽ വരുന്നു. ഇന്നത്തെ കാലത്ത് ആരെങ്കിലും എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അയാൾ പറയുന്നത് എനിക്ക് മുൻഗണനകൾ തീരുമാനിക്കാനുള്ള കല അറിയില്ല എന്നാണ്. കാരണം സത്യം ഇതാണ്, നമുക്കെല്ലാവർക്കും ഒരു ദിവസം 24 മണിക്കൂർ മാത്രമേയുള്ളൂ. വ്യത്യാസം അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ്. ചിലർ ആ സമയം കൊണ്ട് തങ്ങളുടെ സ്വപ്നങ്ങളുടെ കൊട്ടാരം നിർമ്മിക്കുന്നു, ചിലർ അതേ സമയം മാറ്റിവെക്കാനും അലസതയിലും കളയുന്നു. ഒരു മനഃശാസ്ത്ര ഗവേഷണം കൂടി ഇത് പറയുന്നു. ഒരു വ്യക്തി തന്റെ ജോലികൾക്ക് ഒരു കൃത്യമായ സമയപരിധി നിശ്ചയിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തീരുമാനമെടുക്കാനുള്ള ശക്തിയും ആത്മനിയന്ത്രണവും 35% വരെ വർദ്ധിക്കുന്നതായി കാണുന്നു. അതായത് സമയത്തിന്റെ ശരിയായ ആസൂത്രണം ജോലിയിൽ സഹായിക്കുക മാത്രമല്ല, മനോബലവും മാനസിക സ്ഥിരതയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ചിന്തിച്ചു നോക്കൂ, എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്ന് നിങ്ങളുടെ കൈകളിലാണെന്നും വൈകുന്നേരം നിങ്ങളുടെ മനസ്സ് ക്ഷീണിച്ചു കിടക്കുന്നതിനു പകരം സംതൃപ്തിയോടെ ഉറങ്ങാൻ വേണ്ടി നിങ്ങളിത് ജീവിക്കണം എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളുടെ ജീവിതം എത്രത്തോളം മാറും. നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ അത്രയും നിയന്ത്രണാതീതമല്ലെന്ന് നിങ്ങൾക്ക് സ്വയം അനുഭവപ്പെടും. ചിന്തകളുടെ ശബ്ദം കുറയുന്നു, ഒരു ആഴത്തിലുള്ള വ്യക്തത ജനിക്കുന്നു. സമയത്തിന്റെ ശരിയായ മാനേജ്മെന്റ് ഒരു തരത്തിൽ നിങ്ങളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും മനോഹരമായ വാഗ്ദാനമാണ്. ഞാൻ എന്റെ ജീവിതത്തെ അമൂല്യമായി കരുതുന്നു, അത് വെറുതെ കളയാൻ ഞാൻ അനുവദിക്കില്ല. ഈ വികാരം മനസ്സിൽ ഉറച്ചു നിൽക്കുമ്പോൾ മനസ്സ് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. അത് നിങ്ങളുടെ നിയന്ത്രണത്തിൽ വരാൻ തുടങ്ങുന്നു. അതിനാൽ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാനും ശാന്തവും സ്ഥിരതയുള്ളതുമാക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ദിനചര്യയെ വീണ്ടും ചിട്ടപ്പെടുത്തുക. ഓരോ മണിക്കൂറിന്റെയും കണക്കുകൾ സൂക്ഷിക്കുക. എല്ലാറ്റിനുമുപരിയായി ഓരോ നിമിഷവും പൂർണ്ണബോധത്തോടെയും ആഴത്തിലും ജീവിക്കാൻ ശീലിക്കുക. നിങ്ങൾ സമയത്തെ ബഹുമാനിക്കുന്നുവെന്ന് മനസ്സ് കാണുമ്പോൾ അത് നിങ്ങളെയും ബഹുമാനിക്കും. 4ാമത്തെ വഴി, ധ്യാനം, മെഡിറ്റേഷൻ. നിങ്ങൾക്കറിയാമോ, നമ്മുടെ ഉള്ളിൽ ഒരു ശക്തിയുണ്ട്. അതുണർന്നാൽ ഒരു ഭയവും ഒരു ഉത്കണ്ഠയും ഒരു ആശയക്കുഴപ്പവും നിലനിൽക്കില്ല. പക്ഷേ ദുഃഖകരമായ കാര്യമെന്തെന്നാൽ ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമ്മൾ ആ ശക്തിയുമായി പൂർണ്ണമായും ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു. മനസ്സ് അലഞ്ഞു നടക്കുന്ന ഒരു കാറ്റായി മാറിയിരിക്കുന്നു. ചിലപ്പോൾ ഭൂതകാലത്തിലെ പശ്ചാത്താപത്തിൽ കുടുങ്ങിക്കിടക്കുന്നു, ചിലപ്പോൾ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയിൽ മുഴുകിയിരിക്കുന്നു. ഇതാണ് മാനസിക അസ്വസ്ഥതയുടെ, ഉറക്കമില്ലായ്മയുടെ, ഏകാന്തതയുടെ, ആത്മവിശ്വാസക്കുറവിന്റെയും ഏറ്റവും വലിയ കാരണം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ധ്യാനത്തെക്കുറിച്ചാണ്, അതായത് മെഡിറ്റേഷൻ. ഇത് വെറുമൊരു പരിശീലനമല്ല, ഇതൊരു ട്രെൻഡല്ല, ഇതൊരു പാശ്ചാത്യ സാങ്കേതിക വിദ്യയല്ല, മറിച്ച് ഇത് നമ്മുടെ സ്വന്തം ആത്മാവിന്റെ വാതിലാണ്. അതിലൂടെ നമുക്ക് നമ്മുടെ ഉള്ളിലെ യഥാർത്ഥ സ്വരൂപത്തിലേക്ക് എത്താൻ കഴിയും. ഓരോ ദിവസവും ഏതാനും മിനിറ്റുകൾ മാത്രം ധ്യാനം ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ മുഴുവൻ ദിശയും മാറ്റിയേക്കാം. ഇതൊരു അതിശയോക്തിയല്ല, ശാസ്ത്രവും ഇത് അംഗീകരിച്ചിട്ടുണ്ട്. ബ്രഹ്മജ്ഞാനവും വീണ്ടും വീണ്ടും ഇത് സ്ഥിരീകരിക്കുന്നു.
നിങ്ങൾ ധ്യാനം ചെയ്യുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് നിങ്ങളുടെ മനസ്സ് സ്ഥിരതയുള്ളതാകുന്നു എന്നതാണ്. അതുവരെ ഒരു കുരങ്ങനെപ്പോലെ അങ്ങോട്ടുമിങ്ങോട്ടും ചാടിക്കൊണ്ടിരുന്ന മനസ്സ് ശാന്തമാകുന്നു. മനസ്സ് ശാന്തമാകുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളെ വ്യക്തമായി കാണാൻ കഴിയൂ. ഈ ചിന്തകളുടെ വ്യക്തതയാണ് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം. കാരണം പ്രശ്നത്തേക്കാൾ കൂടുതൽ നമ്മളെ വിഷമിപ്പിക്കുന്നത് ആശയക്കുഴപ്പമാണ്. ആശയക്കുഴപ്പം ഇല്ലാതാകുന്നത് ചിന്തകളിൽ വ്യക്തത വരുമ്പോഴാണ്. ഇന്ന് മനഃശാസ്ത്രജ്ഞരും പറയുന്നു, ഒരു വ്യക്തി എല്ലാ ദിവസവും 10 മുതൽ 15 വരെ മിനിറ്റ് ധ്യാനം ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിന്റെ ഭയം, ഉത്കണ്ഠ എന്നിവ നിയന്ത്രിക്കുന്ന ഭാഗമായ അമിഗ്ഡല ചെറുതാകാൻ തുടങ്ങുന്നു. ഇത് വ്യക്തിയുടെ വൈകാരിക പ്രതികരണം മെച്ചപ്പെടുത്തുന്നു. അതായത് മുമ്പ് നിങ്ങളെ പെട്ടെന്ന് ദേഷ്യം പിടിപ്പിച്ചിരുന്ന ഒരു കാര്യം ഇപ്പോൾ ഒരുപക്ഷെ ചിരിച്ചു തള്ളാനുള്ള ശക്തി നിങ്ങൾക്ക് നൽകിയേക്കാം. മുമ്പ് നിങ്ങളുടെ ഉറക്കം കെടുത്തിയിരുന്ന ഒരു കാര്യം ഇപ്പോൾ നിങ്ങളെ നല്ല ഉറക്കത്തിലേക്ക് നയിച്ചേക്കാം. ധ്യാനം ഒരു കാട്ടിക്കൂട്ടലല്ല, ഇത് ഒരു ആന്തരിക പ്രക്രിയയാണ്. അത് നിങ്ങൾ വിശ്വാസത്തോടും സ്ഥിരതയോടും കൂടി ചെയ്യുമ്പോൾ മാത്രമേ ഫലം നൽകുകയുള്ളൂ. ശരീരത്തിന് വ്യായാമം അത്യാവശ്യമായതുപോലെ മനസ്സിന് ധ്യാനം ഒരു ആവശ്യകതയാണ്. ഇത് ഒരു തിരഞ്ഞെടുപ്പല്ല, മറിച്ച് മാനസിക ശുചിത്വത്തിന്റെ അടിസ്ഥാനമാണ്. ഇപ്പോൾ ഒരു നിമിഷം നിൽക്കുക. നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കൂ. ഒരു ശബ്ദവുമില്ലാതെ, ഒരു വാക്കുമില്ലാതെ കുറച്ചു നിമിഷങ്ങൾ നിങ്ങളോടൊപ്പം ചിലവഴിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ആഴത്തിലുള്ള ധ്യാനത്തിൽ പോകുമ്പോൾ നിങ്ങളുടെ ചിന്തകളെ മനസ്സിലാക്കുക മാത്രമല്ല, നിങ്ങൾ ആ ചിന്തകളല്ല എന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടാനും തുടങ്ങുന്നു. എല്ലാ ചിന്തകളെയും വരാനും പോകാനും കാണുന്നവൻ നിങ്ങൾ തന്നെയാണ്. ഗൗതമ ബുദ്ധൻ ധ്യാനത്തെ ജീവിതത്തിന്റെ അടിസ്ഥാനമായി പറഞ്ഞു. നിങ്ങളുടെ ഉള്ളിലെ തീ കെടുത്താൻ കഴിയുന്ന ഒരേയൊരു വഴി ധ്യാനം മാത്രമാണ്, അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം വർഷങ്ങളോളം മൗനപരിശീലനം നടത്തി, തന്റെ ചിന്തകളെ പരിശോധിച്ചു. ആ ആഴത്തിൽ നിന്നാണ് അദ്ദേഹം ലോകത്തോട് പറഞ്ഞത്, മനുഷ്യന്റെ ദുഃഖം ഒരു പുറമേയുള്ള കാരണം കൊണ്ടല്ല, മറിച്ച് അവന്റെ മനസ്സിന്റെ അസ്ഥിരതയാണ് അവന്റെ ഏറ്റവും വലിയ ശത്രു. ഈ ശത്രുവിനെ തോൽപ്പിക്കാനുള്ള ഏക വഴി ധ്യാനമാണ്. ബുദ്ധന്റെ അഭിപ്രായത്തിൽ ധ്യാനം നിങ്ങളെ ഒരു സാക്ഷിയാക്കുന്നു. നിങ്ങളൊരു സാക്ഷിയാകുമ്പോൾ നിങ്ങളുടെ ഭയത്തെയും നിങ്ങളുടെ ദേഷ്യത്തെയും നിങ്ങളുടെ വേദനയെയും പുറത്തുനിന്ന് കാണാൻ നിങ്ങൾക്ക് കഴിയും. ഈ അകലം തന്നെയാണ് മോചനത്തിന്റെ തുടക്കം. ഇന്ന് നമ്മൾ പുറമേയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എത്ര സമയം ചെലവഴിക്കുന്നു? മൊബൈൽ സ്ക്രോളിംഗ്, TV കാണൽ, അല്ലെങ്കിൽ അനാവശ്യമായ സംസാരം. അതിൽ നിന്ന് വെറും 15 മിനിറ്റ് നമുക്ക് വേണ്ടി, നമ്മുടെ മനസ്സിനു വേണ്ടി കൊടുത്താൽ നമ്മുടെ ജീവിതം എത്രത്തോളം മാറിയേക്കാം എന്ന് ചിന്തിച്ചു നോക്കൂ. ധ്യാനം ചെയ്യാൻ ഒരു പ്രത്യേക സ്ഥലമോ ഒരു പ്രത്യേക രീതിയോ ആവശ്യമില്ല. വെറുതെ ശാന്തത ഒരു കോണിലിരിക്കുക. നിങ്ങളെത്തന്നെ മനസ്സിലാക്കാൻ, നിങ്ങളെത്തന്നെ കാണാൻ ഒരു ചെറിയ ആഗ്രഹം മാത്രം മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ണടച്ച് നിങ്ങളുടെ ശ്വാസം ശ്രദ്ധിക്കാം, ഓം ഉച്ചരിക്കാം, അല്ലെങ്കിൽ മൗനമായിരിക്കാം. വഴി ഏതു വേണമെങ്കിലും ആകാം. പക്ഷേ ഫലം എല്ലായ്പ്പോഴും ഒന്നുതന്നെയായിരിക്കും: ശാന്തത, ആഴം, ഉള്ളിലെ ശക്തി. ശാന്തി പുറത്തല്ല, ഉള്ളിലാണെന്ന് ധ്യാനം നമ്മളെ പഠിപ്പിക്കുന്നു. പരിഹാരം മറ്റാരും നൽകില്ല, നമ്മൾ സ്വയം കണ്ടെത്തണം എന്ന് ധ്യാനം നമ്മളെ പഠിപ്പിക്കുന്നു. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ നിയന്ത്രിക്കാത്ത കാലത്തോളം ഒരു കാര്യവും നിങ്ങൾക്ക് പൂർണ്ണ സംതൃപ്തി നൽകില്ലെന്ന് ധ്യാനം നമ്മളെ പഠിപ്പിക്കുന്നു. സമ്പത്തോ ബന്ധങ്ങളോ വിജയമോ. അവസാനമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ധ്യാനം ഒരു ഒറ്റത്തവണത്തെ പരീക്ഷണമല്ല. ഇത് ഒരു തുടർച്ചയായ യാത്രയാണ്. നിങ്ങൾ ഈ യാത്രയിൽ മുന്നോട്ടു പോകുമ്പോൾ നിങ്ങൾ ആരാണെന്ന് യഥാർത്ഥത്തിൽ അറിയാൻ തുടങ്ങും. നിങ്ങൾ ഒരു ശരീരം മാത്രമല്ല, ഒരു പേരല്ല, ഒരു വ്യക്തിത്വമല്ല, മറിച്ച് നിങ്ങൾ ശുദ്ധമായ ബോധമാണ്, ശുദ്ധമായ ശക്തിയാണ് എന്ന് നിങ്ങൾ കണ്ടെത്തും. ഈ ബോധം വരുമ്പോൾ മനസ്സിനുമേലുള്ള നിയന്ത്രണം ഒരു പ്രയാസമുള്ള ജോലിയായി തോന്നില്ല. അപ്പോൾ ഉത്കണ്ഠയില്ലാതാകും, ഭയം ഓടിപ്പോകും. അപ്പോൾ ഉള്ളിൽ നിന്നൊരു ശബ്ദം വരും, ഇപ്പോൾ നീ സ്വതന്ത്രനാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ അടുത്ത വഴിയുടെ തുടക്കം. അത് ഈ ശുദ്ധമായ ബോധത്തെ കൂടുതൽ ആഴത്തിൽ തിരിച്ചറിയാൻ നമ്മളെ നയിക്കും. 5ാമത്തെ വഴി, ശാരീരിക വ്യായാമം, ഫിസിക്കൽ എക്സസൈസ്. ജീവിതത്തിലെ ഓട്ടപ്പാച്ചിൽ നമ്മളെ ക്ഷീണിപ്പിക്കുമ്പോൾ, ചിന്തകളുടെ ബഹളം അത്രത്തോളം കൂടുമ്പോൾ, സ്വന്തം മനസ്സിന്റെ ശബ്ദം കേൾക്കാൻ പോലും ബുദ്ധിമുട്ടാകുമ്പോൾ നമ്മൾ പലപ്പോഴും മാനസിക സമാധാനം തേടി അലയുന്നു. എല്ലാവരും ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്: എങ്ങനെ എന്റെ മനസ്സിനെ നിയന്ത്രിക്കാം? എങ്ങനെ ഈ അസ്വസ്ഥതയിൽ നിന്ന് പുറത്തുവരാം? എങ്ങനെ എന്റെ ജീവിതം വീണ്ടും സന്തുലിതമാക്കാം? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആ അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തെക്കുറിച്ചാണ്. മനസ്സിനെ നിയന്ത്രിക്കാനുള്ള 5 ശക്തമായ വഴികളിൽ 5ാമത്തെ വഴി. അത് ലളിതമായി തോന്നുന്നു, പക്ഷേ അതിനു പിന്നിൽ അനന്തമായ ശക്തി ഒളിഞ്ഞിരിക്കുന്നു. ഈ വഴി ശാരീരിക വ്യായാമമാണ്, റെഗുലർ ഫിസിക്കൽ എക്സസൈസ്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇതിലെന്താണ് പ്രത്യേകത? ശരിക്കും ശാരീരിക വ്യായാമത്തിലൂടെ മനസ്സ് ശാന്തമാകുമോ? അതിനാൽ ഇന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് ആഴത്തിൽ സംസാരിക്കുന്നു. വെറും വാക്കുകളാൽ മാത്രമല്ല, ശാസ്ത്രം, പുരാതന ജ്ഞാനം, അനുഭവങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ. ആദ്യം മനസ്സിലാക്കുക, നമ്മുടെ മനസ്സിനും ശരീരത്തിനും തമ്മിലുള്ള ബന്ധം എത്ര ആഴമുള്ളതാണ്. ശരീരത്തിലൊരു മാറ്റം വരുമ്പോൾ അത് മനസ്സിനെ നേരിട്ട് ബാധിക്കുന്നു. മനസ്സിൽ എന്തെങ്കിലും നടക്കുമ്പോൾ ശരീരവും അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ശരീരത്തെ അവഗണിക്കരുത്.
ആധുനിക ശാസ്ത്രം പറയുന്നു, നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ അത് വേഗത്തിലുള്ള നടത്തമോ യോഗയോ ഓട്ടമോ അല്ലെങ്കിൽ ഏതെങ്കിലും കളിയോ ആകട്ടെ, നമ്മുടെ തലച്ചോറ് എൻഡോർഫിൻസ് എന്ന രാസവസ്തു പുറത്തുവിടുന്നു. ഇതിനെ ഫീൽ ഗുഡ് ഹോർമോൺസ് എന്ന് വിളിക്കുന്നു. ഈ രാസവസ്തുവാണ് നമുക്ക് സമാധാനം നൽകുന്നത്, സമ്മർദ്ദം കുറയ്ക്കുന്നു, മനസ്സിനെ സ്ഥിരതയുള്ളതാക്കുന്നു. അതുകൊണ്ടാണ് ദിവസവും വ്യായാമം ചെയ്യുന്ന ആളുകൾ മാനസികമായി കൂടുതൽ സ്ഥിരതയുള്ളവരും ശാന്തരും പോസിറ്റീവുമായി തുടരുന്നത്. പുരാതന ബ്രഹ്മജ്ഞാനത്തിലേക്ക് നോക്കിയാൽ വേദങ്ങളിലും ഉപനിഷത്തുകളിലും പറയുന്നു, ശരീരമാദ്യം ഖലു ധർമ്മസാധനം, അതായത് ഈ ശരീരം തന്നെയാണ് ധർമ്മം പാലിക്കാനുള്ള ആദ്യത്തെ ഉപകരണം. ശരീരം ആരോഗ്യമുള്ളതായിരിക്കുമ്പോൾ മാത്രമേ മനസ്സും അച്ചടക്കമുള്ളതാകുകയുള്ളൂ, ജീവിത ലക്ഷ്യം നേടാൻ കഴിയുകയുള്ളൂ. ഗൗതമബുദ്ധന്റെ ജീവിതത്തിലും ഇതിനൊരു പ്രത്യേക പ്രാധാന്യം കാണാം. ബുദ്ധൻ തന്റെ ശിഷ്യന്മാർക്ക് ധ്യാനവും ഉപദേശങ്ങളും മാത്രമല്ല നൽകിയത്, മറിച്ച് പതിവായി നടക്കാനും ശരീരം സജീവമായി നിലനിർത്താനും ശരീരത്തോടൊപ്പം മനസ്സും ശ്രദ്ധിക്കാനും പഠിപ്പിച്ചു.